നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉഗ്രസ്ഫോടന ശബ്ദത്തിൽ പരിഭ്രാന്തരായി കല്ലാനോട് ഇല്ലിപ്പലായി മേഖലാ നിവാസികൾ. കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ 7-ാം വാർഡിലെ ഇല്ലിപ്പിലായി NREP പൂത്തോട് ഭാഗത്താണ് കഴിഞ്ഞ ദിവസം രാത്രി 10:30-യോടെ സ്ഫോടനത്തിന് സമാനമായ ശബ്ദം കേട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. കല്ലനോട്, പൂവത്തും, ചോല മേഖലയിലും ഉഗ്ര ശബ്ദം കേട്ടതായും നാട്ടുകാർ പറഞ്ഞു. ഇതിനെ തുടർന്ന് പൂത്തോട് താഴെത്തോടിനോട് ചേർന്ന മേഖലയിലെ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കുകയാണ്. മുൻപ് മണ്ണിടിച്ചിലിൽ ഭൂമിക്ക് വിള്ളൽ സംഭവിച്ച മേഖല കൂടിയാണിത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലും ഭൂമിയിൽ വിള്ളലുമുണ്ടായ സ്ഥലമായതിനാൽ അസാധാരണമായ ശബ്ദം കേട്ട് പരിഭ്രാന്തരായ ജനങ്ങളോട് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകുകയായിരുന്നു. പൂത്തോട് താഴെത്തോടിനോട് ചേർന്ന മേഖലയിൽ വീടുകളിലെ ആളുകളെ മാറ്റി താമസിപ്പിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ തലയാട് റോഡിൽ 28-ാം മൈലിനടുത്ത് മണ്ണിടിച്ചിലുണ്ടായി. വലിയ പാറക്കല്ലുകളും മണ്ണും ഒരുമിച്ച് പതിക്കുകയായിരുന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലൂടെയുള്ള രാത്രിയാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കനത്ത മഴയിൽ കൂറ്റൻ പാറക്കല്ല് അടർന്നു വീണ് ഇന്ന് അപകടമുണ്ടായി. അപകടത്തിൽ വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കല്ലാനോടാണ് ശക്തമായ മഴയിൽ കൂറ്റൻ പാറക്കല്ല് പതിച്ചത്. സംഭവത്തെ തുടർന്ന് സമീപത്തെ 7 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഉഗ്ര ശബ്ദത്തോടെയാണ് പാറക്കല്ല് വീടുകൾക്ക് സമീപത്തേക്ക് പതിച്ചത്. സ്ഥലത്ത് പാറക്കല്ല് അടർന്നു വീഴാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നും സംശയിക്കുന്നുണ്ട്. നേരത്തെ മലയിടിച്ചിലും വിള്ളലും ഉണ്ടായ പ്രദേശമാണിത്. അതിനിടെ സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പരക്കെ മഴ ഉണ്ടാകുമെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു. ഇന്ന് ഒരു ജില്ലയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള തീരത്തുണ്ടായിരുന്ന ന്യൂനമർദ്ദപാത്തിയുടെയും ഗുജറാത്തിന് മുകളിലായിരുന്ന ചക്രവാത ചുഴിയുടെയും സ്വാധീനം കുറയുന്നതോടെയാണ് മഴ ശമിക്കുന്നത്. ജൂലൈ 2-ാം വാരം മഴ വീണ്ടും സജീവമായേക്കും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കാണ് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ്. വെള്ളക്കെട്ടും മഴ ദുരിതവും തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയത്തും ആലപ്പുഴ ജില്ലയിലെ 4 താലൂക്കുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ആലപ്പുഴയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലാണ് അവധി. വയനാട് അടക്കമുള്ള ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ജൂലൈ ആദ്യവാരം മുതൽ കേരളത്തിൽ എല്ലായിടത്തും മഴയിൽ ഗണ്യമായ കുറവുണ്ടാകും. വെയിൽ ഉണ്ടാകാനും നേരിയ തോതിൽ ചൂട് കൂടാനും സാധ്യതയുണ്ട്. ജൂലൈ 2-ാം വാരത്തിനു ശേഷം വീണ്ടും മഴ തിരികെ എത്തും. തിരുവനന്തപുരം ജില്ലയിൽ 2 ദിവസമായി തുടർന്ന ശക്തമായ മഴയിൽ 1.41 കോടി രൂപയുടെ കൃഷിനാശനഷ്ടമുണ്ടായതായി റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടുണ്ട്. 14.15 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. വിവിധ കൃഷി മേഖലകളിലായി 289 കർഷകരെ നഷ്ടം ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.